യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. വളരെ ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി ശക്തിയോടെ പറയാം, സ്വരം ഉയർത്തി പറയാം, കരകളത് വീശി പറയാം. കൺവെൻഷൻ രണ്ടാമത്തെ ദിനത്തിൽ വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ അടുത്ത ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കാരണത്താൽ കർത്താവ് അനുകൂലമായ സാഹചര്യം സ്വീകരിച്ചിരിക്കുന്നു. മനോഹരമായ സൗകര്യങ്ങൾ കർത്താവ് ഒരുക്കി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കൊന്തയെല്ലാം വേണ്ടി പറഞ്ഞിരുന്ന ചെല്ലിയായിരുന്നോ? കൊന്ത ചെല്ലിയരൊക്കെ ഒന്ന് കയ്യെടുത്ത് വീശി കാണിക്കാം. ദൈവം എല്ലാവരും ചെല്ലി പറഞ്ഞതാഴ്ത്ത 2 കൊന്തയും കൂടുതൽ ചെല്ലിയിരുന്ന് കയ്യെടുത്ത് വീശി കാണിക്കാം. അതും കുറേ പേരുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ വരാതെ ഇന്ന് പുതിയതായിട്ട് വന്നവർ മാത്രം കയ്യെടുത്താവോ? ഇന്നലെ നിങ്ങൾ വന്നിരുന്നില്ല, ഇന്ന് പുതിയതായിട്ട് വന്നവര് കയ്യിൽ വീശി കാണിക്കാം. കുറേ പേരുണ്ട്. പുതിയതായി വന്ന കുറേ പേര് ഇന്ന് അകത്ത് കയറിക്കൂടിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പുതിയതാണേലും പഴയതാണേലും അവൻ്റെ ഓരോരുത്തരെ കുറിച്ച് വ്യക്തിപരമായ കരുതലുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ പറയാ ഹല്ലേലൂയ. 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി കോതമംഗലം കൺവെൻഷൻ രണ്ടാം ദിനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും മുൻകൂട്ടി കണ്ട് മനസ്സ് തുറന്ന് ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കോതമംഗലം രൂപതാ കൺവെൻഷന്റെ രണ്ടാം ദിനത്തിൽ നാനാജാതി മതസ്ഥർ യേശുക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുമ്പോൾ ഈ സായനത്തെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വർഷിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്താം സോങ് ഷീറ്റ് എല്ലാവരും കൈവശമുണ്ടോ? സോങ് ഷീറ്റിലെ 5-ാമത്തെ പാട്ട്. രണ്ടാമത്തെ ദിനത്തിൽ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനെ അടിമ വെച്ച് നമ്മൾ ഹൃദയം പ്രാർത്ഥിക്കാം. സോങ് ഷീറ്റിലെ 5-ാമത്തെ ഗാനം അത് നമുക്ക് കേൾക്കാം. അതിനുശേഷം ചേർന്ന് പാടി പഠിക്കാം. അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ, തകർച്ചതൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ, തകർച്ചതൻ ശക്തിമേൽ നിന്ന് അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. സോങ് ഷീറ്റ് ലഭിക്കാത്തവര് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാൽ മതി. ഞങ്ങളുടെ സെക്ടറുകളിലെ ശുശ്രൂഷകര് ഈ സമയത്ത് സോങ് ഷീറ്റ് വിതരണം ചെയ്യുന്നതാണ്. വ്യത്യസ്ത സെക്ടറുകളിലെ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുക. സോങ് ഷീറ്റ് ലഭിക്കാത്തവർക്ക് ഇപ്പോൾ സോങ് ഷീറ്റ് എത്തിച്ചിടണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപങ്ങളാൽ വന്ന ദോഷങ്ങളിൽ ഹരണം ചെയ്തിടുന്നു,
നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേത് 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. താഴ്ത്താം. ധ്യാനത്തിന് 2ാമത്തെ ദിവസത്തിൽ, കൺവെൻഷൻ 2ാം ദിവസത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അറിവും ആഗ്രഹങ്ങളും നല്ലതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നയിക്കലില്ലാത്ത അറിവും ആഗ്രഹങ്ങളും പലപ്പോഴും തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതേസമയം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ബലഹീനരെന്ന് കരുതപ്പെടുന്ന പലരും ബുദ്ധിമാന്മാരെ അവരുടെ ബുദ്ധിയെ അതിലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ പത്രോസിയുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ വിശുദ്ധ പത്രോസിനെ പറഞ്ഞു, കർത്താവെ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി. അത്രയും ഉറപ്പോടുകൂടിയാണ്. ബാക്കി 11 ശിഷ്യന്മാര് യോഹന്നാൻ സ്ലീഹ അടക്കം തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല. അത് പറയണമെങ്കിൽ, ബാക്കിയുള്ളവരുടെ കൂടെ നിന്നിട്ട് പറയണമെങ്കിൽ അത്രയും ചങ്കുറപ്പ്, അത്രയും ഉറച്ച തീരുമാനം ഈ പത്രോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആരൊക്കെ തള്ളി പറഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ കർത്താവിനെ തള്ളി പറയില്ല. ഹല്ലേലൂയ. പത്രോസിന് ആഗ്രഹം ഉണ്ടായിരുന്നോ? പത്രോസിന്റെ തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നോ? ഉറച്ച തീരുമാനമായിരുന്നു, ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് ആര് മാത്രം തള്ളി പറഞ്ഞുള്ളൂ? പത്രോസ് മാത്രം തള്ളി പറഞ്ഞതായിട്ട് ബൈബിൾ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും പത്രോസിനെ പോലെ തീക്ഷ്ണമതികളായ നമ്മുടെ ജീവിതത്തിലും ആഗ്രഹങ്ങൾ ശക്തമാണ്, തീരുമാനങ്ങൾ ശക്തമാണ്. പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ ഇതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ തോമാസ്ലിയുടെ കാര്യവും ഇതിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. തോമാസ്ലിയ പറഞ്ഞു, നമുക്കും അവന്റെ കൂടെ പോയി മരിക്കാം. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ കുരിശിന് ചവിട്ടിൽ തോമാസ്ലിയ ഉണ്ടായിരുന്നോ? എവിടെ പോയി? എവിടെ പോയതിന് പിടുത്തവും കിട്ടിയില്ല. ഓടിപ്പോയിന്ന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തോമാസ്ലിയെ കുറിച്ച് വേറൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയി. ആ കൂട്ടത്തിൽ തോമാസ്ലിയും ഓടിപ്പോയിട്ടുണ്ടാകണം. എന്തായാലും കുരിശിന്റെ ചവിട്ടിൽ തോമാസ്ലിയ ഇല്ല. തോമാസിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന്? തീരുമാനം ശക്തമായിരുന്നോ? തീരുമാനം ശക്തമായിരുന്നു, ആഗ്രഹവും നല്ലതായിരുന്നു. പക്ഷെ കുരിശ് കണ്ടപ്പോഴേക്കും ആള് സ്ഥലം വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യേശു ക്രിസ്തു നേരിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച അപ്പസ്തലനാണ് പൗലോസ് അപ്പസ്തലൻ. സാമൂഹ്യ മാനസാന്തരപ്പെട്ട് പൗലോസായി. എന്നെ യേശു ക്രിസ്തു നേരിട്ട് വെളിപാടിലൂടെ പഠിപ്പിച്ചു എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തലൻ വെളിപ്പെടുന്നുണ്ട്. ഈ പൗലോസ്